കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി ഉണ്ടായിട്ടുള്ളത്. വലിയ വിജയം ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും. ഇന്ത്യൻ പാർലമെൻറ്റിൽ RSS സംഘപരിവാർ BJPക്കെതിരായി ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ BJP വിരുദ്ധ പാർട്ടികളെയും കോർത്തിണങ്ങി പ്രവർത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ടാകും. അത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കഴിഞ്ഞിടത്തോളമുള്ള ദേശീയ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് വലിയ ഭയപ്പാടാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJP വിരുദ്ധ ശക്തികൾ കൂടുതൽ ശക്തമായി ഒന്നിച്ചണിനിരക്കുകയാണ്. അത് ഇവിടെ ഇന്ത്യയിലെ ഇടതുപക്ഷ മതേതര ശക്തികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ ഭയപ്പെടുന്നത്. അവർ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJP ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പോലൊരു ആക്രമണം നടത്താൻ ധൈര്യപ്പെടുമായിരുന്നില്ല. അവർ അവരുടെ എല്ലാ നിലയും വിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളുടെ എല്ലാം നടപടികളിൽ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നടപടി സ്വീകരിക്കുന്നത്. കേരളത്തിൽ നാളെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പൊതുവെ കേരളത്തിൽ പറയത്തക്ക നിലയിലുള്ള സാധാരണഗതിയിൽ വലിയ സംഘർഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമായിരുന്നു. ഇന്നലെ ഈ കലാശക്കൊട്ടിൻ്റെ രംഗത്താണ് ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായത്. ആ ദൗർഭാഗ്യകരമായ സംഭവങ്ങളും എല്ലാവരും കൂടി ആലോചിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കേണ്ടതായിരുന്നു. തീർച്ചയായും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരു സംഘർഷങ്ങളും ഒരു സംഘടനകളും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഗുണം ചെയ്യുന്നതല്ല. പക്ഷേ പരാജയപ്പെടാൻ സാധ്യതയുള്ളവർ വിജയസാധ്യതയുള്ള ഇടതുപക്ഷ മുന്നണിക്കെതിരായി എല്ലാ തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളെയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാരെയുമെല്ലാം കടന്നാക്രമിക്കാനും അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉയർത്താനും അവർ ശ്രമിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, എത്രയോ വർഷക്കാലമായി മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു. അതിൻ്റെ അടിസ്ഥാനം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ജനസേവനപരമായ ജനങ്ങളുടെ എല്ലാ നിലവാരത്തിലുമുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും കേരളത്തിലെ പ്രതിപക്ഷത്തെയും BJPയെയും അലങ്കോലപ്പെടുത്തുന്നു, അലോസരപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. എത്ര കാലമായി മുഖ്യമന്ത്രിക്ക് നേരെ എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യമാണോ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് തന്നെ മുഖ്യമന്ത്രിയെ പ്രതിയായി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മുഖ്യമന്ത്രി പ്രതിയൊന്നുമല്ല. അതൊന്നും നടക്കുന്നില്ലെന്ന് വന്നപ്പോൾ എന്നാൽ ഇരിക്കട്ടെ, ഇവിടെ ചില അഴിമതി ആരോപണ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മാസപ്പടി എന്ന പേരിൽ ഒരു പഠിച്ചു വളർന്ന ഒരു യുവതി, ഒരു എഞ്ചിനീയർ, അതുപോലെ തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കഴിവിട്ടൊരു എഞ്ചിനീയറായി പഠിച്ചു വന്നു. സ്വന്തമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. ആ കമ്പനി മറ്റ് കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൽ അവർക്കുള്ള വരുമാനം, ചെലവ് എല്ലാം ഇന്നത്തെ ഇന്ത്യൻ നിയമമനുസരിച്ച് എല്ലാ കാര്യങ്ങളും റിട്ടേൺസും ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നു.
പക്ഷേ എന്നിട്ടും വിടുന്നുണ്ടോ? മുഖ്യമന്ത്രിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുകയല്ലേ. ഇതിനെയും കേരളത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതിരോധിച്ചു. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരവേല നടത്തി ഇടതുപക്ഷ മുന്നണിയെയും അതിൻ്റെ പുരോഗതിയെയും വളർച്ചയെയും തടസ്സപ്പെടുത്താം എന്നാണ് കേരളത്തിലെ UDFും BJPയും ആഗ്രഹിച്ചത്, ആലോചിച്ചത്. അവരതിനു വേണ്ടി പലപ്പോഴും യോജിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം നീക്കിയത്. പക്ഷേ ഇവിടെ അവരുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണി തകർപ്പൻ വിജയം നേടാൻ വേണ്ടി പോകുന്നു. അത് ഈ മുന്നണിയുടെ വിജയത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള പലതരത്തിലുള്ള ധ്രുവീകരണങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഒരു ഭാഗമാണ് രാവിലെ എന്നോടൊരു പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം. കേരളത്തിൽ മുസ്ലിം ലീഗ് വളരെ നിരാശരാണ്. അതിൻ്റെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1952 മലബാറിൽ നിന്ന് 2 MP-മാർ മുസ്ലിം ലീഗിന് ലോകസഭയിലുണ്ടായിരുന്നു. 52 മുതൽ. അന്ന് ഇവിടെ 3 MP-മാരെ ജയിപ്പിക്കുന്നതിലും മുസ്ലിം ലീഗ് മലബാറിൽ ഒരു സഹായങ്ങൾ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാമകാരിയാട്ടിനൊക്കെ അന്ന് പിന്തുണ കൊടുത്തു ജയിച്ചു വന്നു. 52 കഴിഞ്ഞിട്ട് കൊല്ലം എത്രയായി? ഇപ്പോഴും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് ലോകസഭയിൽ 2 അംഗമാണ്. ഞങ്ങൾക്കൊരു സീറ്റ് കൂടി ഞങ്ങൾക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് നിഷ്കരണം മുസ്ലിം ലീഗിനെ അപമാനിച്ചു വിട്ടു. കേരള നിയമസഭ എടുത്താൽ കേരള നിയമസഭയിൽ കോൺഗ്രസ്സിന് 21 MLA-മാരുണ്ട്. ആ കോൺഗ്രസ് മത്സരിക്കുന്നത് 16 സീറ്റിലാണ്. 15 MLA-മാരുണ്ട് മുസ്ലിം ലീഗിന്. ആ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 2 സീറ്റിലാണ്. മുസ്ലിം ലീഗിൻ്റെ അണികളെയും അതിൻ്റെ അനുഭാവികളെയും അവരുടെ പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. അവരെല്ലാം ഈ കോൺഗ്രസിൻ്റെ കടുത്ത നിലപാടിൽ അസംതൃപ്തരാണ്. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ അഭിമാനം അവിടെ അടിയറ വെക്കേണ്ടി വന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടി പുറത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അപമാനകരമായൊരു പാർട്ടിയാണ്, ജനവിരുദ്ധമായൊരു പാർട്ടിയാണ്, അതിൻ്റെ കൊടി കാണുന്നത് അപകടമാണ് എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ അപമാനിച്ചില്ലേ? അവരുടെ കൊടി വയനാട്ടിൽ പുറത്ത് കാണിക്കാൻ പറ്റിയോ? അവർക്ക് കൊടി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതെല്ലാം മുസ്ലിം ലീഗിനകത്ത് കടുത്ത പ്രതിഷേധമുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാട് അവർ ശക്തമായി എതിർക്കുകയാണ്. ഇതിൻ്റെ തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ UDFിനെതിരായി, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരായി ശക്തമായിട്ടുള്ള വികാരം വളർന്നു വരികയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് തന്നെ BJPയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആയിരിക്കും. ഇന്ത്യയിലെ ഒട്ടനവധി അനുഭവങ്ങൾ നിരത്തിവെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. നിയമസഭാ ചട്ടങ്ങളനുസരിച്ച് വ്യക്തിഹത്യയോ വ്യക്തിപരമായ പരാമർശമോ അല്ല. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ അദ്ദേഹം പറയിപ്പിച്ചിട്ടുള്ളതുമായ കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ണൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് MP അദ്ദേഹം BJPക്ക് വേണ്ടി RSSന് വേണ്ടി എന്തൊക്കെ ചെയ്തു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ RSSൻ്റെ ആയുധ പരിശീലന കളരിക്ക് കോൺഗ്രസ്സുകാരെയും കൊണ്ട് കാവൽ നിന്ന ആളാണ് ഞാൻ. RSSൻ്റെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞാൻ RSSലേക്ക് പോകും, ചോദിക്കാൻ ആര് എന്ന നിലപാട് തന്നെ വേറെ ആരുമല്ല, ആ കോൺഗ്രസിൻ്റെ MP തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ K. സുധാകരൻ BJPയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തി?
അതിനുവേണ്ടി ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രിയാണ്. പഴയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ആനന്ദ വിശ്വാസ് ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഒരു പ്രത്യേകമായൊരു വിഭാഗം സുധാകരനും മറ്റും ചേർന്നുകൊണ്ട് രൂപീകരിച്ച് BJPയുമായി പോകാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ 2026 തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത്തരത്തിൽ BJP അനുകൂല വിഭാഗങ്ങൾ കോൺഗ്രസിനകത്തു നിന്നൊരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കും എന്ന് ഈ ശർമ്മ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ കാര്യത്തെ ഇവിടെ നിഷേധിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല. അത് BJP നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സുധാകരൻ BJPയിലേക്ക് പോകാൻ ഇവിടുന്ന് വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണ്. ആ ചെന്നൈയിലെത്തിയപ്പോഴാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇത് മണത്തറിഞ്ഞ് അവിടെയുള്ള ചില കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഇടപെടുവിച്ച് നേരെ തിരിച്ചയച്ചത്. സുധാകരൻ തന്നെ പറഞ്ഞ കാര്യം BJPയുടെ നേതാക്കളെ കാണാൻ, അമിത്ഷായെ കാണാൻ BJPയുടെ നേതാക്കൾ സുധാകരനോട് ആവശ്യപ്പെട്ടു. സുധാകരനുമായി ചർച്ച ചെയ്തു. അങ്ങനെ സുധാകരനുമായി ആലോചിച്ചുകൊണ്ട് അമിത്ഷായെ കണ്ട് ഈ BJPയിലേക്ക് പോകുന്ന കാര്യങ്ങൾ അനിൽ ആൻ്റണി പോയതുപോലെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ കാര്യം ചെന്നൈയിലെ BJP നേതാവായിട്ടുള്ള ആ രാജയാണ് എന്നെ ക്ഷണിച്ചത്. ആ രാജ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറായത് എന്ന് തന്നെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് BJPയിലേക്ക് പോകാൻ. അതിന് പുറമെ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ BJPയുടെ നേതാക്കൾ സുധാകരനെ കണ്ട് അമിത്ഷായുമായി കണ്ട് സംസാരിക്കാൻ സൗകര്യമൊരുക്കാം, അതിനെപ്പോഴാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനും അമിത്ഷായുമായി ബന്ധപ്പെടാൻ, BJP നേതാക്കളുമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പോൾ സുധാകരൻ BJPയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സുധാകരൻ BJP ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ സുധാകരൻ്റെ നിലപാട് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഗൂണ്ടായിസവും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തലും ഒക്കെ അവരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് പോലും ബോംബെറിഞ്ഞ് പിടിച്ചവരല്ലേ. അതുകൊണ്ട് അതൊക്കെ കള്ളവോട്ട് ചെയ്യലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കലുമൊക്കെ സുധാകരൻ്റെ ഒരു ശീലമായിരുന്നു. ആ ശീലങ്ങളൊന്നും ഇപ്പോൾ വേണ്ടതുപോലെ പഴയതുപോലെ ക്ലച്ച് പിടിക്കുന്നില്ല. അതുകൊണ്ടുള്ള ചില നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സുധാകരൻ ഇന്നലെ സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു തകരാറ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനെന്തോ BJPയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു BJPയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി, അവരുമായി അടുപ്പമുള്ള ഒരാളായി, കാരണം BJP RSS നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. എനിക്ക് BJPയിലേക്കും RSSയിലേക്കും പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. എന്നെ കൊല്ലാൻ നിരവധി തവണ RSSകാർ ബോംബെറിഞ്ഞതാണ്. പാനൂരിൽ വെച്ച് ഒരു തവണയല്ല, 3 തവണ എന്നെ ബോംബെറിഞ്ഞതാണ്. ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു. 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള RSS BJP ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് ഒന്ന് അൽഷിമേഴ്സ് ഉണ്ടോ, അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ, എന്തോ ഒരു തകരാറുണ്ട് ഇപ്പോൾ. ഈ തകരാറും കൊണ്ട് എല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും?
ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ആദ്യം സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക, മരുന്ന് കൃത്യമായി കഴിക്കുക, ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ, സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. എന്നിട്ട് പറഞ്ഞതെന്താ, ഞാൻ ദുബായിൽ പോയി ആരോ കാണാൻ. ഞാൻ ദുബായിൽ പോകാൻ വർഷങ്ങളായി. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത്. എന്ത് ദുബായിൽ പോകാൻ? എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാകും. ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകും. അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങളെ കണക്കാക്കരുത്. അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങളടുത്ത് വന്ന് ചോദിക്കരുത്. നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയം പറയട്ടെ, രാഷ്ട്രീയം സംസാരിക്കട്ടെ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ആപത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? BJP RSS സംഘപരിവാർ അഴിഞ്ഞാടുകയല്ലേ, നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയല്ലേ, മുസ്ലിം വിരുദ്ധ നിലപാട്. എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. നുഴഞ്ഞു കയറ്റക്കാർ താലി വിറ്റ് മറ്റേ മുസ്ലിമുകൾക്ക് കൊടുക്കും, എന്തൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുന്നത് യോജിച്ചതുമാണോ? രാഷ്ട്രീയത്തെ, അതിൻ്റെ മാന്യതയെ ഇത്തരത്തിലുള്ള ചിലരാൽ അങ്ങേയറ്റം മലീനസമാക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയണം. ജനങ്ങൾ തീർച്ചയായും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും. അതിൻ്റെ രാഷ്ട്രീയ ബോധവും കഴിവും പ്രാപ്തിയുമൊക്കെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഈ നാട്ടിൽ ജനങ്ങൾ വിശ്വസിക്കില്ല. സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച ഒരാൾ RSSകാരനായിരുന്നു, ഒരാൾ രണ്ടുപേരും RSSകാരായിരുന്നു. തലശ്ശേരിക്കാരനും RSS ആയിരുന്നു, കൂത്തുപറമ്പിൽ ഒരു RSS ആയിരുന്നു. ആ രണ്ടുപേരെയും വാടകയ്ക്കെടുത്ത് സുധാകരനാണ്. എന്നിട്ട് ആ തോക്കും കൊടുത്ത് അയച്ചത്. സുധാകരൻ ആ തോക്കിൻ്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ? ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തോ മരുന്ന് കഴിച്ചിട്ടില്ല, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, ഏതോ ഒരു അരുവത്തിലേക്ക് എത്തുന്നു. ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാര തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ. അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാനില്ല. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ VD സതീശൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിലവാരമുള്ളതിനോട് ഞാൻ മറുപടി പറയും. അല്ലാതെ എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക, ഒന്നും പറയാനില്ല, എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക, അതിനു വേണ്ടിയിട്ട് കഥ മെനയുക. ഞാൻ മനസ്സിലാക്കുന്നത്, ചില മാധ്യമ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് സുധാകരൻ ഈ കാര്യങ്ങൾ തയ്യാറാക്കിയത്. പലരുമാണ് ഉപദേശിച്ചത്. ഞാൻ പോയതും എൻ്റെയോടൊപ്പം പോലീസുകാരുണ്ട് എപ്പോഴും. എല്ലാം ഇന്നൊരു കാര്യം മനസ്സിലാക്കി, എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്ന രംഗമുണ്ട്. ഇന്ന് CCTVകളുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് എങ്ങോട്ടേക്കും പോകും. എനിക്ക് ഇതുവരെ എനിക്ക് ഒരാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ പിന്നെ ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ ആ സ്റ്റേജിൽ വെച്ചാണ് ഞാൻ ഒരാളെ എൻ്റെ ഒരു 5 മീറ്റർ അകലെ കണ്ട ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല, എനിക്കറിയൂല്ല, ഒരു ബന്ധവുമില്ല. ആ സ്റ്റേജിൽ ഞങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടായ ഒരു BJP നേതാവിനെ ഞാൻ കാണുന്നതും അവിടെ വെച്ചാണ്, നേരിട്ട്. ആക്ഷേപം എനിക്കെതിരായിട്ട് ഉന്നയിക്കുക എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ പോലെ വൃത്തികെട്ട രാഷ്ട്രീയമല്ല എൻ്റേത്. എൻ്റേത് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പോരാടുക, അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ അഭിമാനമായി കാണുന്നതാണ് എൻ്റെ പാർട്ടി. ആ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം പലപ്പോഴും ഞങ്ങൾക്കൊരു തെറ്റും പറ്റരുത്. ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം.
അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും വായിക്കുന്നുവെന്ന് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് രാഷ്ട്രീയം എത്തിയില്ലേ? ഇവരുണ്ടാക്കിയതല്ലേ അത്? ഈ സുധാകരൻ ഉണ്ടാക്കി വെക്കുന്നതല്ലേ ഇത്? ഇതാർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റൂ? അതുകൊണ്ട് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ തെറ്റായ വൃത്തികെട്ട നിലപാടുകൾ കാണുമ്പോൾ നിങ്ങളത് നെഗ്ലക്റ്റ് ചെയ്യണം. കാര്യം ഈ ടി വിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള വ്യഗ്രത കൊണ്ട് പലതരത്തിലുള്ള പ്രവണതകളും വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ, ഇത് ഉപയോഗിക്കുന്ന നേതാക്കളെക്കാളും മാന്യത നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾ നിലപാട് സ്വീകരിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തും വിളിച്ചു പറയുക, എന്തും പറയുക, ഒരടിസ്ഥാനവും വേണ്ട. ഞങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ? ഞാൻ പറയുന്നത് പിന്നെ BJP-യുടെ നേതാവ് വേറൊന്നും പറയാത്തത്, വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്താ കഥ? അതുകൊണ്ട് കാരണം നമ്മളെല്ലാം പുരുഷന്മാരാണല്ലോ, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്താ കഥ? ഇങ്ങനെയാണോ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്? ഇതാണോ BJP-യുടെ രാഷ്ട്രീയം? ഇത് ഈ നാട് കാണട്ടെ, ജനങ്ങൾ കാണട്ടെ. ജനങ്ങളാണ് പരമാധികാര ശക്തി. ഞങ്ങൾക്ക് അവരിലാണ് വിശ്വാസം. അവരിത് കാണും, മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്ത് ബന്ധം? എനക്ക് എന്ത് ബന്ധം? അത് എനിക്കറിഞ്ഞൂടാ. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധാകരൻ്റെ വക്കീൽ നോട്ടീസ് അയക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇത് ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകരുത്. ഈ രാജ്യത്തിൻ്റെ അഭിമാനം, രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ അന്തസ്സ് കളഞ്ഞു കുളിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുക. മാനനഷ്ട കേസ്. മരുന്ന് കുടിച്ചിട്ടുണ്ടാവില്ല. അത് ഞാൻ എന്തും പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അതേ ഞാൻ പറയുന്നുള്ളൂ. എന്ത് രാമനിലയോ? ഞാൻ പറയുന്നത് എന്തിനാ? ഞാൻ അങ്ങോട്ട് പോകുന്ന ആരെങ്കിലും അടുത്ത് ഒരു ശ്രീതാമസിംഗ് മുറിയിലേക്ക് ഞാൻ പോകുന്ന എന്തൊക്കെ നിങ്ങളിതൊക്കെ ഒരു, ഞാൻ പറഞ്ഞതിൻ്റെ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുക. ഞാൻ പോകാനോ ഇങ്ങനെ നിങ്ങൾ എന്നെ ചെറുതാക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല, പ്രധാനമന്ത്രി പദം പറയാത്തത് നന്നായി. എനിക്കറിയില്ല, അത് അവരോട് ചോദിച്ചു നോക്കണം. അത് അവരോട് ചോദിച്ചു നോക്കണം. എനിക്ക് ഇത്തരക്കാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് പലരുമായിട്ട് പരിചയമുണ്ട്. ഞാൻ പോകുന്ന പല സ്ഥലത്തും വരുന്നുണ്ട്, പലരും അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കാനും എല്ലാവരുമായിട്ടും നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറമുണ്ട്, രാഷ്ട്രീയത്തിലുള്ളവരുണ്ട്. ഞാൻ എൻ്റെ മര്യാദയും എൻ്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലത്തും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയ്ക്കെതിരെ നിങ്ങളെല്ലാം മാധ്യമ സുഹൃത്തുക്കൾ നല്ലതുപോലെ പ്രതികരിക്കണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരാജയ ഭീതി നല്ലതുപോലെ ഉണ്ട്. ഒരു കാര്യം കാസർഗോഡും കണ്ണൂരും വടകരയിലും ഒക്കെ ജീവിക്കും. അത് ഭയപ്പെടുത്തുകയാണ് അവർ. നല്ല അന്തരീക്ഷമാണ്. കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ജനങ്ങളുടെ വലിയ പിന്തുണ ആഞ്ഞടിക്കുകയാണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ജനങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് പറഞ്ഞു നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ, നിങ്ങളെ കാവൽക്കാരായിട്ട് ഞങ്ങളുണ്ട്. ജനം അത് വിശ്വസിച്ചു അവർ കൈയടിച്ചതിന് അംഗീകരിക്കുകയാണ്. ആ ജനത ഞങ്ങളോടൊപ്പം വരും. ന്യൂനപക്ഷങ്ങൾ ഞങ്ങളോടൊപ്പം വരും. ദളിത് ജനവിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു മഹാശക്തിയായി ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ കരുത്തോടു കൂടി വരും.